വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്റർ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്ത അഞ്ചാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, എന്താണ് ചോദ്യം എന്നല്ലേ? ഏറ്റവും ആദ്യത്തെ ചോദ്യം ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ തന്നുകൊണ്ട് അതിന്റെ ഏരിയ അഥവാ പരപ്പളവ്, അതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവൊക്കെ നിങ്ങളോട് കാണാൻ ചോദിക്കാറുണ്ട്. കൂടാതെ ഈ ഡയഗണൽ ഒക്കെ ചോദിക്കാം. സോ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നോക്കാം. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ. പ്രിയപ്പെട്ട മക്കളെ, ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 times ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്, അഥവാ 2 into നീളം പ്ലസ് വീതിയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? 2 into നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് √8 ആണ്. √8. വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഥവാ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പൊ പല കുട്ടികളും ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരിക്കലും ഈ റൂട്ട് നമ്പറുകൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്. പിന്നെ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഈ കാണുന്ന വാല്യൂവിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ചെറുതാക്കുന്നത്? √8 നമ്മൾ ചെറുതാക്കേണ്ട രീതി മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്നതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ കൊണ്ട് എഴുതാൻ പറ്റുമോ നോക്കുക. ഫോർ എക്സാമ്പിൾ, √8 നമുക്ക് √4 into 2 എന്ന് എഴുതാം. കാരണം 4 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് റൂട്ട് ഉള്ള ഒരു നമ്പറാണ്. √27 നമുക്ക് √9 into 3 എന്ന് എഴുതാം. കാരണം √9 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്പർ ഉള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളും ചെയ്യുന്നത്. സോ √8 നമുക്ക് √4 into 2 എന്ന് എഴുതാം. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2√2 എന്ന് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് റൂട്ട് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് √2 തന്നെ എഴുതിയാൽ മതി. അപ്പം രണ്ടായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, √4 into √2 എന്ന് പറഞ്ഞാൽ √4 into 2 ആണ്. എന്നാൽ √4 plus √2 എന്ന് പറഞ്ഞാൽ എന്തല്ല? √4 plus 2 അല്ല. ഇതെല്ലാവരും മനസ്സിലാക്കാം. അപ്പം ഇതിന് ആൻസർ എന്ത് കിട്ടും? 2 into 2√2 plus √2. 2 ചക്കയും 1 ചക്കയും കൂട്ടിയാൽ 3 ചക്ക കിട്ടും എല്ലാവർക്കും അറിയാം. സോ 2 into 3√2. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? 2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 6 ആണ്. സോ 6√2 സെന്റിമീറ്റർ ഈസ് ദ പെരിമീറ്റർ. വളരെ രസകരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണണമെങ്കിൽ ഒരു പണിയില്ല. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ നീളം ഇൻറ്റു വീതി ചെയ്താൽ മതി. എന്താണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് √8. എന്താണ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് √2. സോ √8 into √2. അപ്പൊ എത്ര കിട്ടും? √8 into 2 ദാറ്റ് ഈസ് √16. √16 എന്നാൽ 4 സെന്റിമീറ്റർ. ഇത്ര ഉള്ളു കാണാൻ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ചെയ്യാം, പക്ഷെ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി അതിൽ ബാക്കിയുണ്ട്. AC-യുടെ നീളം എത്ര? AC അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൈതഗോറസ് തിയറം ആണ്. ബൈ യൂസിങ് പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അഥവാ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അങ്ങനെയാണ് AC കണ്ടുപിടിക്കുക. √8ന്റെ സ്ക്വയർ, ഈ സ്ക്വയറും റൂട്ടും ഡയറക്റ്റ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് 8. √2 2ന്റെ സ്ക്വയറും കട്ട് ചെയ്ത് പോകും 2. അപ്പം AC സ്ക്വയർ ഈക്വൽ ടു 10 ആണെങ്കിൽ AC എത്ര എന്ന് അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ ഉത്തരമാണ്. ഓക്കെ, സോ ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുക്കാണ്. 2 അല്ലെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. നല്ല കിഡിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ വന്നേക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്കും കാണിച്ചുതരാം. ചോദ്യം ഇങ്ങനെയാണ്. എന്താണ് ചോദ്യം? ഒരു സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ 27 ആണ്. 27 സെന്റിമീറ്റർ സ്ക്വയർ. ചതുരശ്ര സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ 27. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന നീളം എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് എത്രയാണോ അതിന്റെ റൂട്ട് ആയിരിക്കും ഒരു സൈഡ് ഉണ്ടാവുക. ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയാണോ അതിന്റെ റൂട്ട് ഇട്ടാൽ എന്ത് കിട്ടി? സൈഡ് കിട്ടി. അപ്പൊ അത് 27 ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് √27 ആണ്. ഇത് 12 ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് √12 ആണ്. നമ്മളോട് ചോദിച്ചത് ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള നീളം എത്ര എന്നാണ്. സോ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള നീളം കാണാൻ ഒരു പണിയില്ല. ദാറ്റ് ഈസ് √27 പ്ലസ് √12. √27 പ്ലസ് √12. ഞാൻ നേരത്തെ പറഞ്ഞു
റൂട്ട് 27 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 9 ഇൻറ്റു 3 എന്ന് എഴുതാം. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3, സോ 3 റൂട്ട് 3. പിന്നെ ആൻസർ എത്ര കിട്ടും? 3 റൂട്ട് 3. ഇതേപോലെ റൂട്ട് 12 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, സോ 2 റൂട്ട് 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 റൂട്ട് 3 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 3 ചക്ക പ്ലസ് 2 ചക്ക, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ചക്ക. 5 റൂട്ട് 3 സെന്റിമീറ്റർ. ഇതിലൊരു കാര്യം പറഞ്ഞിട്ട് കൃത്യമായിട്ട് സെന്റിമീറ്റർ വരെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? റൂട്ട് 3ന്റെ വാല്യൂ ആയിട്ടുള്ള റൂട്ട് 3ന്റെ വാല്യൂ എത്രയാ? റൂട്ട് 3ന്റെ വാല്യൂ 1.73. റൂട്ട് 2ന്റെ വാല്യൂ എത്രയാ? 1.41. വേണമെങ്കിൽ 732 എന്ന് എഴുതാം, 1.414 എന്ന് എഴുതാം. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് 3 അക്കം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ 3 അക്കം ഉപയോഗിച്ചിട്ട് ചെയ്യാം. 2 അക്കം ആണെങ്കിൽ 2 അക്കം ഉപയോഗിച്ചിട്ട് ചെയ്യാം. സോ അത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ഉത്തരം കിട്ടും എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ 2 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ആൻസറും അതോടൊപ്പം തന്നെ 5 ഇൻറ്റു റൂട്ട് 3 ചെയ്താൽ എത്ര കിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വേണ്ടത് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് രേഖപ്പെടുത്തുക. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇതുപോലെ ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ എല്ലാ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സൈലത്തിന്റെ നിഞ്ച ബാച്ചിൽ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയുക. അടിപൊളി ബാച്ചാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ ഫ്രണ്ട്സിനെയും ക്ഷണിച്ചുകൊണ്ട് 999400800800 എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ വീഡിയോക്കുള്ള കമന്റ് നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാ. ബൈ.